കുംഭമേള ഇപ്പോൾ ഈ തിരുനാവായിൽ നവാമുകുന്ദ ക്ഷേത്ര പരിസരത്ത് ഭാരതപ്പുഴയുടെ തീരത്ത് എങ്ങനെയാണ് ഈ സ്ഥലത്ത് കുംഭമേള ഇപ്പോൾ നടക്കാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ഈ സ്ഥലം തിരഞ്ഞെടുത്തത്? സ്ഥലം തിരഞ്ഞെടുത്തതെന്ന് ചോദിക്കുമ്പോൾ സ്ഥലം ആര് തിരഞ്ഞെടുത്തത് എന്നൊരു മറുചോദ്യം ഉണ്ടാവും ആദ്യം. ഇപ്പോൾ ഈ വർഷം മാഘം ആഘോഷിക്കുന്ന സംഘാടക സമിതിയാണോ ഇത് തിരഞ്ഞെടുത്തത്, അതോ നൂറ്റാണ്ടുകൾക്കോ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപോ നടന്നിരുന്ന മാഘം ഇവിടെ നടന്നിരുന്നു, അവർ തിരഞ്ഞെടുത്തതിനെ കുറിച്ചാണോ ചോദിക്കുന്നത് എന്ന ചോദ്യം ഒന്ന് വ്യക്തത വരുത്തിയാൽ കൃത്യമായി മറുപടി പറയാം. ആദ്യം നമുക്ക് പഴയ കാലത്ത് പറയാം. പഴയ കാലത്ത് ശരി. അപ്പോൾ അത് പറയണമെങ്കിൽ ഈ ഒരു പ്രവാഹത്തെക്കുറിച്ചൊന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അതായത് നിള എന്ന് ഇന്ന് ഈ നദിക്ക് പേര്, ഭാരതപ്പുഴ എന്ന പോപ്പുലർ ആയിട്ടുള്ള പേര്. നിളാ സിന്ധു എന്ന് കേരളത്തിലെ 1800 വർഷം മുമ്പുള്ള സാഹിത്യകൃതികളിൽ വരെ ഈ നദിക്ക് പേരുണ്ട്, നിളാ സിന്ധു. പേരാർ എന്ന് പേരുണ്ട്, ബ്രിട്ടീഷുകാർ പൊന്നാനിപ്പുഴ എന്ന് പറയും, അങ്ങനെ പല പേരുകൾ അറിയപ്പെടുന്നു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു കാലത്താണ് അതിന് ഭാരതപ്പുഴ എന്ന പേര് കൂടുതലായിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. അതിന് വള്ളത്തോളിനെ പോലെയുള്ള സാഹിത്യകാരന്മാരും കാരണക്കാരാണ്. അതിനൊക്കെ മുൻപ് നിളാ നദി അല്ലെങ്കിൽ പേരാർ, രണ്ട് പ്രധാന നദികളെ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. ഇവിടെ പേരാർ, തെക്ക് അല്ലെങ്കിൽ മധ്യ കേരളത്തിൽ പെരിയാർ, ഇങ്ങനെ രണ്ട് നദികൾ. ഇതിൽ തന്നെ പേരാറിൻ്റെ അല്ലെങ്കിൽ നിളയുടെ കാര്യം പറയുകയാണെങ്കിൽ നിളാ നദിക്ക് അതിശക്തമായ ഒരു വേദ പാരമ്പര്യമുണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ മറ്റ് നദികൾക്കൊന്നും ഇല്ലാത്ത തരത്തിൽ ഒരു വേദ പാരമ്പര്യം കേരളത്തിനുണ്ട്. അത് വൈവിധ്യമായ ഒരു വൈദിക പാരമ്പര്യം ഈ നിളാനദിക്കുണ്ട്. അതിൽ നമ്മൾ ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു ഭൂപ്രകൃതിയും അതിരും വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ അറിയാം, പാലക്കാട് നിന്നാണ് നമ്മൾ ഭാരതപ്പുഴ നമ്മുടെ നാട്ടിലേക്ക് പ്രവേശിക്കുന്നത്. പാലക്കാട് എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ കൽപ്പാത്തിയിലെ അഗ്രഹാരങ്ങളിൽ നിന്നും ഉയരുന്ന കാഞ്ചി പാഠം, ഋഗ്വേദത്തിൻ്റെയും യജുർവേദത്തിൻ്റെയും കാഞ്ചി പാഠം ശ്രവിച്ചുകൊണ്ടാണ് നിളാനദി കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതിനുശേഷം ആ നിളാനദി ഭാരതഖണ്ഡത്തിലേക്ക് കൂടി വരുന്ന സമയത്ത് പല ഭാഗത്തായിട്ട് ചെറിയ അതായത് തുളു ബ്രാഹ്മണന്മാരുടെ ചെറിയ സെറ്റിൽമെന്റ്സ് ഉണ്ട്. വളരെ വിപുലമായിട്ടുള്ളതല്ല. അവിടെ ആ തുളു ബ്രാഹ്മണന്മാർ ചൊല്ലുന്ന ശൃംഗേരി പാഠം കേട്ടുകൊണ്ട് പ്രവഹിക്കുന്നു. എന്നിട്ട് ആ നിളാനദി ഓടി എത്തുന്നത് ശുദ്ധമായ, അതല്ലെങ്കിൽ ഭാരതത്തിലെ മറ്റെല്ലാ ഭാഗത്തു നിന്നും വ്യത്യസ്തമായിട്ടുള്ളതും വ്യതിരിക്തമായിട്ടുള്ള വേദോച്ചാരണ രീതി കേരളീയ ബ്രാഹ്മണരുടെയാണ്. അപ്പോൾ തനി കേരളീയമായിട്ടുള്ള ആ വേദപാഠം കേൾക്കുവാൻ വേണ്ടി നിള നാവായിലേക്ക് കുതിച്ചൊഴുകുന്നു. എന്നിട്ടാണ് ആ സമൃദ്ധി കൊണ്ട് നമ്മുടെ ചമ്രവട്ടത്തപ്പൻ്റെ പാദങ്ങൾ കഴുകിക്കൊണ്ടാണ് നിളാനദി സിന്ധു സാഗരത്തെ, അതായത് ഇന്നത്തെ അറബിക്കടലിൽ പതിക്കുന്നത്. അപ്പോൾ വേദം കേട്ടുകൊണ്ട് പ്രവഹിക്കുന്ന ഒരു നദിയാണത്. അപ്പോൾ ഈ നദി, അതുകൊണ്ട് തന്നെ ഈ നദി എന്ന വാക്കിന് തന്നെ നദങ്ങളെ ഉണ്ടാക്കി പ്രവഹിക്കുന്ന ഒരു അർത്ഥമൊക്കെ പറയാറുണ്ട്. ഒന്ന്, നദി എന്ന വാക്കിന് സംസ്കൃതത്തിൽ രണ്ടർത്ഥം പറയും. ഒന്ന്, സമൃദ്ധിയെ കൊണ്ടു തരുന്നത് നദി. നാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രവഹിക്കുന്നത് നദി. ഇത് രണ്ടും ഭാരതപ്പുഴയ്ക്ക് ഒരു കാര്യത്തിൽ അന്വർത്ഥമാണ്. കാരണം ഭാരതപ്പുഴ ഇവിടെ ഈ ഭാഗത്ത് സമൃദ്ധിയെ കൊണ്ടുവന്നതാണ്. എന്ത് സമൃദ്ധി? സാധാരണ നദി സമൃദ്ധിയെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ കൃഷി, വാണിജ്യം തുടങ്ങിയ കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ ഭാരതപ്പുഴ നിളാനദി കൊണ്ടുവന്ന സമൃദ്ധി എന്ന് പറയുന്നത് ജ്ഞാനസമൃദ്ധിയാണ്, അറിവിൻ്റെ സമൃദ്ധിയാണ്. അതിന് ഒരുപാട് കാര്യങ്ങൾ ഈ പാരമ്പര്യവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുണ്ടാവും. ഉദാഹരണമായിട്ട് വൈദിക പാരമ്പര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാം. ഇവിടേക്ക് വൈദിക പാരമ്പര്യം ഒരു സംഘടിത രൂപത്തിൽ വരുന്നത് ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കാം. അതിനേക്കാൾ മുൻപ് വൈദിക പാരമ്പര്യം ഉണ്ടായിരുന്നു, പക്ഷെ സംഘടിത രൂപത്തിൽ. അതായത് കൃത്യമായ വേദപാഠശാലകളും സമ്പ്രദായങ്ങളും ഒക്കെ വന്നിട്ടുള്ളത് ഒരു 1000 വർഷത്തിൽ താഴെ സമയമായിട്ടേ ഉള്ളൂ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മധ്യ കേരളത്തിലെ ആദ്യത്തെ വേദപാഠശാലയും അല്ലെങ്കിൽ വൈദിക സർവകലാശാല എന്നൊക്കെ പറയുന്നത് തൃക്കണാമതിലകത്തായിരുന്നു. കൊടുങ്ങല്ലൂർ ടു തൃക്കണാമതിലകത്തെ ആ യോഗം ഏതാണ്ട് നാമാവശേഷമായ ഘട്ടത്തിലാണ് അവിടെ നിന്ന് പിന്നീട് തൃശ്ശിവ പേരൂരിലേക്ക് അത് മാറുന്നത്. അന്ന് അവിടെ വടക്കുനാഥൻ്റെ അധീനതയിൽ അത് കൃത്യമായി നടന്നു വന്നു.
പിന്നീട് ആ തൃശ്ശൂർ നടന്ന അപ്പം തൃശ്ശൂർ യോഗം എന്നാണ് പേരുണ്ടായിരുന്നത്. ഈ തൃശ്ശൂർ യോഗം പിന്നീട് എന്തായി മാറി എന്ന് പറഞ്ഞാൽ ആ പാഠശാലയിൽ പഠിച്ച കുറച്ച് ആളുകൾ അവിടുന്ന് മാറി മുളങ്കുന്നത്തുകാവിൽ പുതിയൊരു യോഗം തുടങ്ങി. പക്ഷെ അത് അവർക്ക് അത് കൊണ്ടു നടക്കാൻ പറ്റാണ്ടായ സമയത്ത് അവർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സാമൂതിരിപ്പാടിനെ പോയി കണ്ട് സഹായം ചോദിച്ചു. സാമൂതിരിപ്പാട് പറഞ്ഞു, നിങ്ങളെന്തിനാ അവിടെ പോയി കഷ്ടപ്പെടുന്നത്, എൻ്റെ നാട്ടിലേക്ക് വരൂ. അപ്പം അന്നിവിടെ തിരുനാവായയിൽ ഒരു വാദ്യായൻ വേദം പഠിപ്പിക്കണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന ഈ പാട്ട വരുമാനം കൊണ്ട് ആ 1-2 മാസത്തെ വരുമാനം ചില കുട്ടികൾക്ക് പഠിപ്പിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ സാമൂതിരിപ്പാട് മുഴുവനും ആ വേദപാഠശാലയുടെ മുഴുവനും ചെലവ് വഹിക്കുകയും കുട്ടികളെല്ലാം ഇവിടെ പഠിപ്പിക്കാനുള്ള തീരുമാനിക്കുകയും ചെയ്തു. ആലോചിച്ച് നോക്കുക, സാമൂതിരിപ്പാടിൻ്റെ ആ ദീർഘവിഷണമായിട്ടുള്ള ആ ഒരു കാര്യം കൊണ്ട് നമ്മുടെ സംസ്കൃതിക്ക് ആരെയെല്ലാം കിട്ടിയെന്ന് ആലോചിക്കണം. നോക്കൂ, പാഴൂർ പഠിപ്പുരയുടെ സ്ഥാപകൻ ആരാണ്? തലക്കുളത്തൂർ ഭട്ടതിരി. അറിവിൻ്റെ കാര്യത്തിൽ അഗ്രഗണ്യനായിരുന്ന കാക്കശ്ശേരി ഭട്ടതിരി. അതായത് ആലോചിച്ച് നോക്കുക, ലെബിനിസും അതുപോലെ തന്നെ സർ ഐസക് ന്യൂട്ടനും അവരാണ് കാൽക്കുലസ് കണ്ടുപിടിച്ചത്. കാൽക്കുലസ് എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കണ്ടുപിടിച്ചത്, ആ സമ്പ്രദായം കണ്ടുപിടിച്ചത് ആദ്യം ഐസക് ന്യൂട്ടനാണ്, പിന്നെ ലെബിനിസ് ആണ്. സർ ഐസക് ന്യൂട്ടൻ ജനിക്കുന്നതിൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരതപ്പുഴ തീരത്ത് ജീവിച്ചിരുന്ന കേളല്ലൂർ നീലകണ്ഠ സോമയാജിയാണ് കാൽക്കുലസ് ആദ്യം കണ്ടുപിടിച്ചത്. ആ ഗ്രന്ഥം ഇന്നും അവൈലബിൾ ആണ്. അപ്പോൾ കേളല്ലൂർ നീലകണ്ഠ സോമയാജി. അതുപോലെ എന്തിനാണ് അതായത് സംസ്കൃത വ്യാകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് പാണിനീയ വ്യാകരണമാണ്. ആ പാണിനീയ വ്യാകരണത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ പലപ്പോഴും അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രക്രിയാ ഗ്രന്ഥം എഴുതിയ ഒരു മഹാൻ, അദ്ദേഹത്തിൻ്റെ പേര് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. ആ പേരിലല്ല അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. നാരായണീയം എന്ന പേരിലാണ്, നാരായണീയമാണ് മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ ഏറ്റവും വലിയ കൃതി എന്നാണ് പറയുന്നത്. അല്ല, പ്രക്രിയാ സർവസം എന്ന് പറയുന്നത് സംസ്കൃതത്തിൽ ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു വ്യാകരണ ഗ്രന്ഥം എഴുതിയ ആളാണ്. അപ്പൊ ഇങ്ങനെ നിരവധി, അതായത് ഇത് എവിടുന്ന് വന്നു? ഇതെല്ലാം ഈ ഭാരതപ്പുഴയുടെ വൈദിക പാരമ്പര്യമായി വന്നതാണ്. അപ്പൊ നോക്കൂ, ഒരു സംസ്കാരം ഇവിടെ പുഷ്കലമാകണമെങ്കിൽ അതിനൊരു പൂർവ്വരൂപം ഉണ്ടാവണ്ടേ? ആ പൂർവ്വരൂപമാണ് ഇവിടെ ഉണ്ടായിരുന്ന വൈദിക പാരമ്പര്യം. ആ വൈദിക പാരമ്പര്യത്തിൻ്റെ പിന്തുടർച്ചയാണ് ഇവിടെ ഉണ്ടായിരുന്ന ഇത്രയും ആളുകൾ. ഞാൻ ആകെ 3-4 പേരുടെ പറഞ്ഞിട്ടുള്ളൂ. നിരവധി പേരുടെ പേരുകൾ എനിക്ക് പരാമർശിക്കാണ്ട്. ഈ ഒരു വൈദിക പാരമ്പര്യത്തിൽ നിന്നുമാണ് ഈ മാഘമകം പോലും ഇവിടെ ഉണ്ടാവുന്നത്. അതായത് ആലോചിക്കണം, ഇന്ന് ചില പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ആര്യഭട്ടൻ പോലും ഭാരതപ്പുഴ തീരത്ത് ജീവിച്ചിരുന്ന വ്യക്തിയാണ് എന്ന ചില പഠനങ്ങൾ ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ആര്യഭട്ടീയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആര്യഭട്ടൻ്റെ പാരമ്പര്യം, ഗണിത പാരമ്പര്യം ഭാരതത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്തതുപോലെ കേരളത്തിലുള്ളത്. ബീഹാറിലല്ല പാരമ്പര്യമുള്ളത്. ആര്യഭട്ടൻ ജനിച്ച് ബീഹാറിലെ കുസുമപുരത്താന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പാരമ്പര്യം, ഒരു ഗുരു ഉണ്ടായിരുന്ന സ്ഥലത്തല്ലേ അതിൻ്റെ പാരമ്പര്യം ഉണ്ടാകുന്നത്. ആര്യഭട്ടൻ്റെ പാരമ്പര്യം, ഗണിത പാരമ്പര്യം രണ്ട് കൈനീട്ട് സ്വീകരിച്ചതും അതിനെ പുഷ്കലമാക്കിയിട്ടുള്ളതും ഭാരതപ്പുഴയാണ്. തിരുനാവായി ഈ നാടിന് പറയുന്ന പേര്, അതായത് തിരുനാവായി മുതൽ ചമ്രവട്ടം മുതൽ ഉള്ള ഒരു 8 പൂരപ്പുഴ വരെയുള്ള ഭാഗത്തിന് പറയുന്ന പേര് വെട്ടത്തുനാട് എന്നാണ്. ആലോചിച്ച് നോക്കൂ, ആ പേര് തന്നെ എത്ര അന്വർത്ഥമാണ്, വെട്ടത്തുനാട്. ആ വെട്ടത്തുനാടിലാണ് ഈ പറയുന്ന എല്ലാവിധ ഗംഭീരന്മാരുണ്ടായിട്ടുള്ളത്. അപ്പൊ അത് ഭാരതപ്പുഴയുടെ ആ ഒരു പാരമ്പര്യം ഉള്ളതുകൊണ്ടാണ്. നോക്കൂ, ആ ഇത്രയും ശക്തമായ ഒരു വൈദിക പാരമ്പര്യം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഭാരതത്തിന്റെ എല്ലായിടത്തു നിന്നും 12 വർഷത്തിലൊരിക്കൽ ഈ ഭൂമിയിൽ ഗണിതജ്ഞന്മാരും രാഷ്ട്രതന്ത്രജ്ഞന്മാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാവരും ഒത്തുകൂടി, വൈശ്യന്മാരൊത്തുകൂടി, ആയോധന കളികളിൽ കേമന്മാരായിരുന്നു ഒത്തുകൂടി. അപ്പോൾ 12 വർഷത്തിൽ ഒത്തുകൂടുമ്പോൾ അവർക്ക് കലണ്ടർ പരിഷ്കരിക്കണം. കലണ്ടർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ പറയുന്ന കലണ്ടറിന്റെ പഴയ പേര് അറിയാലോ. സംസ്കൃതത്തിലെ കാലാന്തര ശബ്ദം എന്നാണ് കലണ്ടർ എന്ന ശബ്ദം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ നോക്കൂ, ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. കേരളത്തിന്റെ വൈദിക
വൈദിക പാരമ്പര്യത്തെ വെച്ച് നോക്കുമ്പോൾ ഓരോരോ, അതായത് വേദങ്ങൾക്ക് 6 അംഗങ്ങളുണ്ട്, 6 limbs അങ്ങനെയാണ് പറയാ. അതിന് വേദാംഗങ്ങൾ എന്ന് പറയും. ശിക്ഷ, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം, കൽപ്പം, ഇങ്ങനെ 6 അംഗങ്ങളുണ്ട്. ഈ 6 അംഗങ്ങളും ചേർത്ത് വേണം വേദം അഭ്യസിക്കാൻ. ഈ 6 അംഗങ്ങളും ചേർത്ത് വേദം അഭ്യസിച്ചിരുന്ന ഒരു ഇടം ഈ ഭാഗമാണ്. ഈ തിരുനാവായും ഈ ഭാരതപ്പുഴയുടെ തീരത്തുമായിരുന്നു. അപ്പോൾ ഇത്രയും ശക്തമായ വൈദിക പാരമ്പര്യമുള്ള സ്ഥലത്തായിരിക്കേണ്ടേ എല്ലാവരും? വേദം പൂർവ്വജ്ഞാനമാണ്. അവ ജ്ഞാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി എവിടെ ഒത്തുകൂടണം? ഈ നിളാമണൽ പരപ്പലത്തിന് ഒത്തുകൂടണം. അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഒരു മാഘമകം ഉണ്ടാകുന്നു എന്നുള്ളതിന് രണ്ടു വട്ടം ആലോചിക്കേണ്ട കാര്യമില്ല. വേദമാണ് ഇവിടേക്ക് മാഘമകത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. വേദം കാരണമാണ് മാമാങ്കം ഉണ്ടാവുന്നത്. വേദം കാരണം തന്നെയാണ് കുംഭമേള എന്ന പേരിൽ പ്രശസ്തമായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ മാഘമകവും ഇവിടെ നടന്നു വരുന്നത് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അങ്ങ് വേദ അധ്യയനമൊക്കെ നടത്തുന്ന ഒരു അധ്യാപകൻ, ആചാര്യനൊക്കെയാണ്. അപ്പോൾ ഈ വർത്തമാനകാല കേരളത്തിലാണ് അത് നടത്തുന്നത്. അപ്പോൾ ഇതുവരെ ഇവിടെ കുംഭമേള പോലെയുള്ള ഇത്തരത്തിലുള്ള കൂട്ടായ്മകളോ വിദ്വൽ സദസ്സുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. പഴയ കാലത്തെ കാര്യമാണ് നമ്മൾക്ക് പറഞ്ഞത്. അപ്പോൾ ഈ കാലത്ത് ഇങ്ങനെ കുംഭമേള ഉണ്ടാകുമ്പോൾ കേരളത്തിലെ വേദ അധ്യയനത്തിന് എന്ത് മാറ്റം ഉണ്ടാകും, അല്ലെങ്കിൽ അതിനെ ഏത് തരത്തിൽ ഇത് ഗുണപരമായി സ്വാധീനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഇപ്പം നമ്മൾ കഴിഞ്ഞ മഹാകുംഭമേളയ്ക്ക് അല്ലെങ്കിൽ കുംഭമേളയ്ക്ക് നമ്മളെല്ലാവരും പ്രയാഗ്രാജിലേക്ക് പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ ഒന്ന് കുംഭമേളയ്ക്ക് പോവുകയാണ്. എന്താ അവിടെ? ഗംഗയിലൊന്ന് മുങ്ങണം. എടോ, കുളിക്കാനും ഇവിടെ കുളിച്ചാൽ പോരെ, ഇന്ന് എത്ര പേരെ പോയി കുളിക്കുന്നത്? തമാശക്ക് ഒരു ചോദ്യം ചോദിച്ചു. ശരിയാണ്, അതായത് ഒരുപാട് ആയിരക്കണക്കിന് മൈലുകൾ താണ്ടി ആളുകൾ അവിടെ വരുന്നത് സ്നാനം ചെയ്യാൻ വേണ്ടി. അപ്പോൾ വെള്ളം തലയിൽ കൂടെ വെള്ളം ഒഴിക്കാനാണെങ്കിൽ അവനവൻ്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവനവൻ്റെ അമ്പലക്കുളത്തിലോ ഒന്ന് കുളിച്ചാൽ പോരെ, ഇത്ര ദൂരം വരേണ്ട കാര്യം എന്താണുള്ളത്? അപ്പോൾ സാധാരണ ഒരു കുളിയും സ്നാനവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം പഠിപ്പിക്കുന്നത് വേദമാണ്. അതായത് ഇപ്പോൾ ഋഗ്വേദത്തിൽ തന്നെ എടുക്കുക, ഋഗ്വേദം എടുക്കുക, അതുപോലെ അഥർവേദം എടുക്കുക. ഇതിൽ പ്രത്യേകിച്ച് അഥർവേദത്തിന് നിലവിൽ 2 ശാഖകളാണുള്ളത്. ഒന്ന് പൈപ്പലാദ ശാഖയും ശൗനക ശാഖയും. അതിൽ ശൗനക ശാഖയാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഞാൻ ശൗനക ശാഖീയനാണ്. പക്ഷെ ഇതിൻ്റെ മൂലമായി പറയുന്നത് പൈപ്പലാദ ശാഖയാണ്. അന്ന് ഒറീസയിലും വളരെ കുറച്ച് ഭാഗത്തൊക്കെ ഉള്ളൂ. ഈ പൈപ്പലാദ ശാഖയിലെ അഥർവേദത്തിലെ ഒന്നാമത്തെ ഋക്കുകൾ, ഒന്നാമത്തെ സൂക്തം ജലത്തെ സ്തുതിച്ചുകൊണ്ട് ആപോഹിഷ്ഠാമയോഭസ്ഥാനോർജേതുദാനമഹീരണായ ചക്ഷസേ യോവശ്യവതമോ രസസ്തസ്യ ഭാജയതേഹന കുശതീരിവ മാതര എന്ന് തുടങ്ങുന്ന ഋഗ്വേദത്തിലുണ്ടത്. അപ്പോൾ അതെന്തിനാ അഥർവവേദത്തിന്റെ പേര് പറയാൻ കാരണമുണ്ട്. കാരണം അഥർവവേദത്തെ ആശ്രയിച്ചാണ് മറ്റു 3 വേദങ്ങളും നിൽക്കുന്നത് എന്ന ഒരു കാഴ്ചപ്പാട് വൈദികർക്കുണ്ട്. അഥർവവേദമാണ് ആയതനം. അഥർവവേദത്തെ ആശ്രയിച്ചാണ് നിൽക്കേണ്ടത്. കാരണം അഥർവവേദം സംരക്ഷണ വിദ്യ. അറിവിനെ സംരക്ഷിക്കണ്ടേ? അറിവ് ഉണ്ട്, അതിനെ സംരക്ഷിക്കാൻ ഒരാൾ വേണ്ടേ? അപ്പോൾ വേദങ്ങളെ സംരക്ഷിക്കുന്ന അഥർവവേദമാണ്. ഈ അഥർവവേദം ആരംഭിക്കുന്നത് എങ്ങനെയാ? ജലത്തെ സ്തുതിച്ചുകൊണ്ടാണ്. അതിൽ തന്നെ 2ാമത്തെ മന്ത്രം യോ വശിവതമോ രസസ്തസ്യ ഭാജയതേഹന ഉശതീരിവ മാതര. ആ മന്ത്രം വളരെ ശ്രദ്ധിച്ച് പഠിക്കുന്ന ഒന്നാണ്. അതിൽ എന്താണ് നമ്മുടെ ജലത്തോ പ്രതിയുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത്? അതായത് ജലം എന്താണ്? അപ്ദേവതകൾ എന്നാണ് പറയുക. അപ്ദേവതകൾ നമ്മളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഉശതീഹി മാതരഹ ഇവ. ഉശതി എന്ന് പറഞ്ഞാൽ നവജാത ശിശു എന്നർത്ഥം. നവജാത ശിശു അതിനെ പ്രസവിച്ച അമ്മ, എന്നെ പ്രസവിച്ച ഉടൻ എൻ്റെ അമ്മ കയ്യിലെടുക്കുമ്പോൾ ആ അമ്മയ്ക്ക് എന്നോടുള്ള ഭാവം എന്താണ്? അതായത് സഹിക്കാൻ പറ്റാത്ത, അല്ല ഒരു പുതിയ അമ്മയാവുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഒരു ഗർഭിണിയാണ്, ഞാൻ പ്രസവിച്ചു, ഞാൻ ആദ്യമായി അമ്മയാവാണ്. അമ്മയായി തെളിവെന്താ? എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനോടുള്ള എൻ്റെ ഭാവം എന്തായിരിക്കും? അതുപോലെയാണ് അപ്ദേവതകൾ ജലം നമ്മെ കാണുന്നത്.
നവജാത ശിശുവിന് അമ്മയുമായുള്ള ബന്ധമാണ് ജലത്തിന് നമ്മോടുള്ളത് എന്ന് പഠിപ്പിക്കുന്നത് അഥർവവേദവും ഋഗ്വേദവുമാണ്. ഈ ഒരു കാഴ്ചപ്പാടാണ്, നോക്കൂ, ഈ ഒരു കാഴ്ചപ്പാട് കാലികമാണോ അതോ പ്രാചീന കാലത്ത് വേണ്ടി മാത്രമുള്ളതാണോ? അതായത് ഇന്ന് കേരളത്തിലെ നല്ല ലോകത്തുള്ള നൈൽ നദി വരെ മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ആമസോൺ വരെ കേടുവന്നുകൊണ്ടിരിക്കുകയാണ്, പല കാരണങ്ങൾ കൊണ്ടും. അത് മനുഷ്യന്മാരെ ഇടപെടലാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ ഒരു സമയത്താണ് ജലത്തെ ദിവ്യമായ ഒരു വസ്തുവായി കാണാൻ പഠിപ്പിക്കുന്ന വേദം നമ്മുടെ മുമ്പിൽ വഴികാട്ടിയായി ഉണ്ടാവുന്നത്. ഈ ഒരു വിഷയം കുംഭമേള പോലുള്ള ഒരു മഹാമഹത്തിൽ വെച്ച് നമ്മൾ ഈ ആശയത്തെ ഇന്നത്തെ ലോകത്തോടുകൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ലോകത്തിൻ്റെ അതിജീവന മന്ത്രമായി മാറുമോ ഇല്ലയോ? ഇതാണ് കുംഭമേളയും വേദവും തമ്മിലുള്ള ഇന്നത്തെ ബന്ധം.